ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് പൂരാടാണ്. ഇവിടെയൊക്കെ ഇന്നാണ് ഞങ്ങൾ പൂക്കളിട്ട് തുടങ്ങിയത്. ഇത്ര ദിവസം ഇട്ടിരുന്നില്ല. ഇവിടെ അങ്ങനെ പൂ പിച്ചാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വാങ്ങി കൊടുന്നിട്ടാണ് പൂവ് ഇടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ പൂക്കളൊന്ന് കാണിച്ചു തരാം. ഞാനല്ല ഇട്ടത്, മമ്മിയും ഡാഡിയും കൂടിയാണ് ഇട്ടത്. ഇവിടെ ഇപ്പോൾ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ തുടങ്ങിയിരിക്കുകയാണ്. വിനായക ചതുർത്ഥി എന്നും പറയും. ഇവിടെ മുംബൈയിലത്തെ വൺ ഓഫ് ദി മെയിൻ ഫെസ്റ്റിവലാണ് ഗണേശ് ചതുർത്ഥി. ഇവിടെ നല്ല ആഘോഷവും ഡെക്കറേഷൻസും ലൈറ്റിങ്സും അങ്ങനെയാണ് ഇവിടെ ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുക. ഇങ്ങനെ വഴികളിലും സൊസൈറ്റീസിലും പിന്നെ വേറെ വേറെ ബിൽഡിങ്സിൻ്റെയും അങ്ങനെ എല്ലാവരുടെയും ഗണപതി കാണാൻ നമുക്ക്. വലിയ ഗണപതി, ചെറിയ ഗണപതി, അങ്ങനെ ഇവിടെ ഗണപതി വിസർജനം നടക്കുന്നത് 1.5 days 5 days, പിന്നെ 7th day, പിന്നെ 10 days സെലിബ്രേഷൻസാണ് ഇവിടെ ഉണ്ടാവുക. ഈ മുംബൈയിലത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഗണപതിയാണ് ലാൽബാഗ് രാജ. കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ ലാൽബാഗ് രാജയാണ് ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ ഗണപതി ഉള്ളത്. ലാൽബാഗ് രാജയുടെ ദർശനം കിട്ടാൻ തന്നെ രാത്രി പോയി ലൈൻ നിന്നിട്ട് രാവിലെയാണ് കിട്ടുള്ളൂ കേട്ടോ. അത്രയും ക്യൂ ആണ് ഉണ്ടാവുക, തിരക്കും. അങ്ങനെയാണ്. VIP പാസ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കയറിയിട്ട് ദർശനം കിട്ടാൻ പറ്റും. പക്ഷെ അതല്ലെങ്കിൽ രാത്രി ലൈൻ നിന്നിട്ട് രാവിലെ വേണം ദർശനം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്, അത്രയും ലൈനാണ് ഉണ്ടാവുക. പിന്നെ വീട്ടുകളിലും ഗണപതി വയ്ക്കും. മഹാരാഷ്ട്രൻസ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ മലയാളികളും കുറേ പേര് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടുകളിൽ വെക്കുന്ന ഗണപതി കുറച്ച് ദിവസത്തിൻ്റെ ആവും, പിന്നെ ചെറിയ ഗണപതി ആവും കുറച്ച് 1.5 days അല്ലെങ്കിൽ 5 days മാക്സിമം. അങ്ങനെയാണ് വീട്ടുകളിൽ വെക്കുന്ന ഗണപതി ഉണ്ടാവും. വീട്ടുകളിൽ വെക്കുന്ന ഗണപതിക്ക് ഇങ്ങനെ ആൾക്കാരെ ക്ഷണിക്കും, നല്ല ഡെക്കറേഷൻസും വീട്ടിൽ തന്നെ പൂജയും, പിന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെ വിസർജനം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഞങ്ങളുടെ പഴയ വീടിൻ്റെ ഏരിയയിലേക്ക് പോയിരുന്നു. അവിടെ പോയപ്പോൾ ഇങ്ങനെ കുറേ ഗണപതി, ആ ഏരിയയിലത്തെ ഗണപതി കുറച്ച് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റേതൊക്കെ ആയ കുറച്ച് വീഡിയോ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലും പോയായിരുന്നു. അതാണ് ആക്ച്വലി സ്പെഷ്യലായിരുന്നു. കാരണം അവരുടെ ഗണപതി ചെറിയ ഗണപതിയായിരുന്നു, നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. അവർ സ്വന്തമായിട്ട് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഗണപതിയാണ്. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി. അവർ ഗണപതി അങ്ങനെ ക്ലേ കൊണ്ടുണ്ടാക്കി നല്ല ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗണപതിയാണ്. അപ്പോൾ അത് അത്രയും എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആവുമല്ലോ. അപ്പോൾ അതെനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ഗണപതിയെ കണ്ടു, ഫോട്ടോ എടുത്തു, പൂജയ്ക്ക് നിന്നു. പിന്നെ അവരുടെ വിസർജൻ 1.5 days കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായിരുന്നു. 1.5 ദിവസം കഴിഞ്ഞപ്പോൾ വിസർജൻ ചെയ്തതും അവർ ഒരു ചെടിച്ചട്ടി വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ വിസർജൻ ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ നോർമലി വലിയ ഗണപതീസൊക്കെ പോകുന്നത് ബീച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പോണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ചില സ്ഥലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടാണ് വിസർജൻ ചെയ്യുക. ജൂഹു ബീച്ച് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചുണ്ട്, അവിടെയാണ് മാക്സിമം വിസർജൻ ചെയ്യുന്നത്. അങ്ങനെ വേറെ പല ബീച്ചുകളിലും പോണ്ട്സിലും പിന്നെ ഇങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള പോണ്ട്സിലും ഒക്കെയാണ് വിസർജൻ ചെയ്യുക. പിന്നെ വീട്ടിൽ വെക്കുന്ന ഗണപതി ചിലതൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ വിസർജൻ ചെയ്യുന്നുണ്ട്. ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഡ്രമ്മ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ ബക്കറ്റ് വാങ്ങിയിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയും വിസർജൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് അങ്ങനെ ഞാൻ പോയി കണ്ടിട്ടുള്ള വീഡിയോസ് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വലിയ ഗണപതീസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. അതും നല്ല ഭംഗിയുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിശയം തോന്നി. ഇത്രയും വലിയ ഗണപതീസ്, അതും ഇത്രയും പെർഫെക്ഷനോട് കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഗണപതീസ് നല്ല ഭംഗിയുണ്ട്. എത്ര എക്കോ ഫ്രണ്ട്ലി ആണെന്ന് അറിയില്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് എക്കോ ഫ്രണ്ട്ലി ഗണപതീസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഓണമായി തുടങ്ങി. ഇവിടെ ഞങ്ങൾ മുംബൈയിലെ ഓണം അങ്ങനെ 10 ദിവസമൊന്നും സെലിബ്രേറ്റ് ചെയ്യില്ല കേട്ടോ. 3 ദിവസം അങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഇവിടെ പൂവൊക്കെ വാങ്ങി കൊടുന്നിട്ട് വേണം. ഇവിടെ അങ്ങനെ പൂ പിച്ചി കൊടുന്ന് പൂക്കളിടാൻ പറ്റില്ല, അത്രമാത്രം പൂക്കളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ പൂ വാങ്ങി കൊടുന്നിട്ടാണ് ഇടുക. അപ്പോൾ ഇന്ന് പൂരാടാണ്.
അന്ന് തൊട്ടിട്ടാണ് ഞങ്ങളിവിടെ പൂവിടാൻ തുടങ്ങിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പൂക്കളത്തിൻ്റെ ആണ് ആദ്യം വീഡിയോ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പൂക്കളം ഈ കൊല്ലത്തെ. അങ്ങനെ ഞങ്ങളിനി 3 ദിവസം ഇടും. ഊരാടും, ഉത്രാടും, തിരുവോണം, അങ്ങനെ 3 ദിവസം ഇടും. ഞാനൊന്നും അല്ല ഇടുന്നു കേട്ടോ, എനിക്കൊന്നും അങ്ങനെ അത്ര പരിചയമില്ല പൂക്കളം ഇടാൻ. മമ്മിയും ഡാഡിയും കൂടെയാണ് ഇടുക. 7-ാം തീയതി ഞങ്ങളുടെ വീട്ടിലത്തെ ഗണപതിക്ക് ചെറുതായിട്ടൊരു പൂജ ചെയ്തു. ഗണപതിയുടെ പിറന്നാൾ ദിവസമായ കാരണം ഗണപതിക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി. മമ്മി കുറച്ച് പാൽപ്പായസവും പിന്നെ ഞങ്ങൾ കുറച്ച് മോദക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ട് വിളക്കൊളുത്തി വെച്ചു. ഞങ്ങൾ വൈകുന്നേരം തന്നെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളുടെ ഏരിയയിലത്തെ ഗണപതി കാണാൻ പോയി. എത്ര വലുതാണല്ലേ. ഈ ഗണപതി 10 ദിവസം വരെ ഉണ്ടാവും. 10ാം ദിവസമാണ് വിസർജനം നടക്കുക. ആ ഓറഞ്ച് ഷെയ്ഡ് നന്നായിട്ടുണ്ട്. ഇത് വേറൊരു സൊസൈറ്റിയുടെ ഗണപതിയാണ്. ഇവിടെ കുറച്ച് ചെറിയ ഗണപതിയാണ്. പിന്നെ ഇത് 5-ാം ദിവസം അല്ലെങ്കിൽ 7-ാം ദിവസം വിസർജനം ചെയ്യും. അപ്പൊ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്. മാംഗ്ലൂരിയൻസ് വെക്കുന്ന ഗണപതിയാണ് കേട്ടോ. ഇതും 5 ഡേയ്സിൽ വിസർജനം ചെയ്യും. 5 ഡേയ്സ് കഴിഞ്ഞാൽ പോകും.